ഒറ്റ കുഞ്ഞുങ്ങൾ, കാര്യം നോക്കാനൊന്നും ആരുമില്ല. മൂക്കും പൊത്തിക്കൊണ്ടാ പോകുന്നത്. എന്ത് ചെയ്യാൻ പറ്റും ഇത്? കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഓയൂർ റൂട്ടിലാണ്. മൂക്ക് പൊത്തി വേണം ഇതുവഴി നമുക്ക് യാത്ര ചെയ്യാൻ. ഇവിടെ ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഇൻട്രോ പറയുമ്പോൾ തന്നെ എനിക്ക് മൂക്ക് പൊത്തി വേണം ഇൻട്രോ പറയേണ്ട ഒരു അവസ്ഥയിലാണ്. അത്രത്തോളം വാടയാണ്. ഓടയിൽ നിന്നാണ് ഈ വാട അല്ലെങ്കിൽ ഈ ദുർഗന്ധം വമിക്കുന്നത്. ഇതിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നല്ല മണമാണ് സാറേ. നോക്ക്, സ്കൂൾ കുട്ടികൾ പോകുന്ന പൊടിക്കുഞ്ഞുങ്ങൾ, ഇത് അധികാരികൾ കാണുന്നില്ലേ? നിങ്ങളെ പോലെ ഡിപ്പാർട്ട്മെൻറ്റിൽ മനുഷ്യൻ ഛർദ്ദിക്കാക്കി കടയിൽ ഇവിടെ നിന്ന് ചായ കുടിക്കാൻ വയ്യ. ഇതെന്താണ്? ആരും കാണുന്നില്ല. ഇതെന്തൊരു സ്മെല്ലാണ് ഇത്. പൊതുജനങ്ങൾ ഇത് എത്ര പേര് സ്കൂൾ കുട്ടികൾ ഛർദ്ദിച്ച് ഒഴുകുന്നറിയും. മൂക്കും പൊത്തിക്കൊണ്ടാണ് പോകുന്നത്. എന്ത് ചെയ്യാൻ പറ്റും ഇത്? അധികാരികൾ കാണണം. ഇത് എന്തുവാ പറയേണ്ടത്? മനുഷ്യൻ ഇപ്പോഴത്തെ ചായക്കടയുണ്ട്, ഒരു ചായ കുടിക്കാൻ ചെല്ലുമ്പോൾ ഓർക്കാനാണ് വരുന്നത്. അവിടെ ഇരിക്കാൻ വയ്യ. ഇതെവിടെ നിന്ന് വരുന്ന സ്മെല്ലാന്നറിയാൻ വയ്യ. മെനഞ്ഞാന്ന് ഇവിടെ കച്ചട കൊണ്ടിട്ട്, ആരോ കൊണ്ടിട്ട് ഇവിടെ ഇത്രയും കച്ചട അത് വാരിപ്പിച്ച് ക്യാമറ കണ്ടുപിടിച്ച് വാരിപ്പിച്ച്. ചേട്ടാ അവിടെ സ്മെല്ലില്ലയോ? അത് ഭയങ്കരമായിട്ട് സ്മെല്ല. ഇതുകൊണ്ട് എന്താ പറയേണ്ടത് സാറേ? പൊതുജനങ്ങൾക്ക് ഓർക്കാനും വരുവാന്നേ. ഇവിടെയൊക്കെ ഈ ഓട മുഴുവൻ നിറഞ്ഞിങ്ങനെ കിടക്കുവാന്ന്, നാറ്റവും പിടിച്ച് കിടക്കുന്ന കണ്ടില്ലേ പുഴുകളുമായിട്ട്. ഇതൊന്നും ആരും നോക്കാനൊന്നും ആരുമില്ല. എല്ലാം ഉണ്ട്, കോർപ്പറേഷനുണ്ട്, നഗരസഭയുണ്ട്, മറ്റേതുണ്ട്, മറിച്ചുണ്ട്, എല്ലാം ഉണ്ട്. പറച്ചിലേ ഉള്ളൂ, ആരും നോക്കുന്നൊന്നുമില്ല. നോക്കണമെങ്കിൽ നാട്ടുകാരിറങ്ങണം. പിന്നെ ഭയങ്കര വാടകയല്ലേ? താഴോട്ടൊക്കെ ചെന്ന് നോക്കണം. മൂത്ത മോളെ എല്ലാം അടഞ്ഞു കിടക്കുമല്ലോ, അവിടെ മുതൽ ഇവിടം വരെ. എല്ലാവരും ഉണ്ട് നഗരസഭയിൽ. അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ആരുണ്ട്, ചേനയുണ്ടെന്ന് പറയുന്നതല്ലാതെ ഒറ്റ കുഞ്ഞുങ്ങൾ, കാര്യം നോക്കാനൊന്നും ആരുമില്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ മൊത്തം ഈ വെള്ളം മുഴുവൻ ഇങ്ങനെ കരക്ക് കയറി ഇങ്ങനെ ഓടുന്നു. പോലീസ് സ്റ്റേഷൻ അടുത്ത്, പിന്നെ സ്കൂളെടുത്ത്, മറ്റേ അടുത്ത്, എല്ലാം അടുത്ത് കിടക്കുക. കാര്യം നോക്കാനൊന്നും ആരുമില്ല.